ബഹുമാന്യനായ അധ്യക്ഷൻ ബാബു പണിക്കർ, ഈ വേദിയിലുള്ള മുൻ മന്ത്രിയും ഈ നാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ സഖാവ് കെ രാജു സർ, NREG വർക്കേഴ്സ് യൂണിയൻ്റെ യൂണിയനാക്കി സംഘടിപ്പിച്ചെടുത്ത വളരെ ഊർജ്ജസ്വലമായ നേതൃത്വം നൽകിക്കൊണ്ട് NREG വർക്കേഴ്സിൻ്റെ ഓരോ പ്രശ്നവും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ടുള്ള S. രാജേന്ദ്രൻ, ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള സഖാവ് ചെങ്ങറ സുരേന്ദ്രൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സഖാവ് S. ജയമോഹൻ, ബഹുമാന്യരായിട്ടുള്ള സഖാവ് ഓമന മുരളി, നൗഷാദ്, ഇവിടെ വേദിയിലുള്ള മുഴുവൻ ബഹുമാന്യരെ, പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് സഖാക്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ പരിപാടികൾ കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലം ജില്ലയിൽ നടക്കാനിരിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി. എല്ലാ പ്രാദേശിക സമ്മേളനങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കേരളത്തിലെ CPIM കടന്നിരിക്കുന്നു. ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായി. വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമായിരുന്നു ഓരോ സമ്മേളനങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് അതിൽ കുറേ എണ്ണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തു ചെയ്യണം എന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് എല്ലാ സമ്മേളനങ്ങളും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. കുറേ സെമിനാറുകൾ നടന്നു. ഞാൻ തന്നെ മുൻപ് ഒരു സെമിനാറിന് കടക്കലിൽ പങ്കെടുക്കുകയുണ്ടായി. വമ്പിച്ച പങ്കാളിത്തത്തോടു കൂടിയാണ് കടക്കലിലെ സെമിനാർ നടന്നത്. ഇന്നിവിടെ മാത്രമല്ല, മറ്റ് നേതാക്കളെല്ലാം പങ്കെടുത്തുകൊണ്ട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും ഇതേപോലുള്ള വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ നടക്കുകയാണ്. CPIM 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുമ്പോൾ ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനെ വിലയിരുത്തിക്കൊണ്ട് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നോളം നമ്മുടെ രാജ്യം എങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്ന പരിശോധനയാണ് നടക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിനുണ്ടായിട്ടുള്ള അഭൂതപൂർവമായ മാറ്റത്തെക്കുറിച്ചും ചർച്ച ചെയ്യും. 1947 ഈ രാജ്യം സ്വതന്ത്രമായതാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം, ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ, ബ്രിട്ടീഷുകാരെ ഓടിച്ചുവിട്ട ഈ രാജ്യത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇന്ത്യ മാറുമ്പോൾ എല്ലാ പൗരന്മാരുടെയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നതായിരുന്നു. മനുഷ്യർക്ക് എന്താണ് ആവശ്യം? സമാധാനപൂർണമായ ജീവിതമാണ്. സമാധാനപൂർണമായ ജീവിതം ഉറപ്പുവരുത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ആ വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ, ഭരണഘടനയുടെ ശില്പി പറഞ്ഞതുപോലെ, ഇത് ഉത്തമമായിട്ടുള്ളൊരു ഭരണഘടനയാണ്. പക്ഷേ ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ നല്ലതല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതിയതൊന്നും ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1950 ആകുമ്പോഴേക്കും അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ കമ്മിറ്റി അസലൊരു ഭരണഘടന എഴുതി തയ്യാറാക്കി. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ
ആ ഭരണഘടനയും അതിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി പറയുന്ന വാഗ്ദാനങ്ങളും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് രാജ്യം ദീർഘകാലം ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള കോൺഗ്രസ് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഭരണഘടനയിൽ എഴുതി വെച്ചത് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും സുഭിക്ഷമായ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നാനാജാതി മതസ്ഥർ അധിവസിക്കുന്ന ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ സെക്കുലർ റിപ്പബ്ലിക്കായിട്ട് മാറണമെന്നാണ് ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖ് ഉണ്ട്, പാഴ്സി ഉണ്ട്. ഒന്നും രണ്ടും ആളൊന്നുമല്ല. ചില മതത്തിൽ ധാരാളം ആളുകളുണ്ട്, ചില മതത്തിൽ അത്രത്തോളം ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ചില മതത്തിൻ്റെ അനുയായികളായിട്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരെല്ലാം ഈ രാജ്യത്ത് താമസിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ന് കാണുന്ന സംസ്ഥാനങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ, നാട്ടുരാജ്യങ്ങളൊക്കെ ആയിരുന്നു. 47-ൽ ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സമയത്താണ് നമ്മൾ ഇന്ത്യ ഭരിക്കുന്നതിന് ഒരു ഭരണ പ്രക്രിയ ആലോചിക്കുകയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന് കാണുന്ന രീതിയിലുള്ള കേരളം, തമിഴ്നാട്, കർണാടക എന്നൊക്കെ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്നത്. നാം ആ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലല്ല, ഭാഷാടിസ്ഥാനത്തിലാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് ഭരിക്കാനുള്ള അവകാശം കൊടുക്കുകയും സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് നമ്മുടെ കേന്ദ്രമെന്ന് ഭരണഘടനയിൽ തീരുമാനിക്കുകയും ചെയ്തു. ഫെഡറൽ ഭരണഘടനയാണ് നമ്മൾ അംഗീകരിച്ചത്. ഓരോ പൗരനും, ഓരോ സ്ത്രീയും പുരുഷനും ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പരിഹാര മാർഗങ്ങളും സത്യസന്ധമായിട്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം. നല്ല ശക്തമായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാകണമെന്നാണ് ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചത്. ഗാന്ധിജിയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസ്റ്റ് സമൂഹം സ്വപ്നം കണ്ടു, ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി. നേരത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതുണ്ടായിരുന്നില്ല. നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ പൗരന്മാരെല്ലാവരും തുല്യരായിരുന്നില്ല, ഒരേ അവകാശമായിരുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്നവരെല്ലാം പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. പഴയ ജന്മിത്വത്തിൻ്റെയും പഴയ ആധിപത്യത്തിൻ്റെയും എല്ലാം കഥ മുത്തശ്ശിമാർ പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന, കാലൂന്നി നിൽക്കുന്ന മണ്ണ് തന്നതാണെന്ന് പറയാൻ അവകാശമില്ലാതിരുന്ന, കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങളില്ലാതിരുന്ന, ഉണ്ടെങ്കിൽ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് അതിൽ ചേർത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പാടില്ലായിരുന്ന, അമ്പലത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന, ആയുസ്സിന് നീളമുണ്ടെങ്കിൽ ജീവിക്കട്ടെ എന്നാണ് മുത്തശ്ശിമാർ പറഞ്ഞിരുന്നത്. അമ്മമാർ 10ഉം 11ഉം ഒക്കെ പ്രസവിച്ചാൽ അവസാനമാകുമ്പോഴേക്കും 3-4 മക്കളാണ് ബാക്കിയാവുക. അപൂർവം ചില അമ്മമാരുടെ മക്കൾ 10 മക്കളും ജീവിച്ചേക്കാം. പക്ഷേ രോഗം വന്നാൽ ചികിത്സിക്കാനൊന്നും സൗകര്യം, ഇതൊന്നും 1920കളിലും 30കളിലും കേരളത്തിലുണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദുരവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് മനുഷ്യരുടെ പട്ടിണി മാറ്റുകയായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചിട്ടുണ്ട്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും ആഹാരം കഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക. എന്നാൽ ആഹാരം മാത്രം കഴിച്ചാൽ പോരാ, 4 നേരം ഭക്ഷണം കഴിക്കാനുണ്ട്. അതുമാത്രം മതിയോ മനുഷ്യന്? നല്ല വിദ്യാഭ്യാസം വേണം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരുന്നതിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഉയർന്ന ജീവിതക്രമത്തിൻ്റെ സമത്വം, അതാണ് സോഷ്യലിസം. അല്ലാതെ ഒരു കൂട്ടർ പട്ടിണിക്കാരായതുകൊണ്ട്
മറ്റേ കൂട്ടർ ഭക്ഷണം കഴിക്കുന്നവരുടെ ആഹാരവും കൂടി ഇല്ലാണ്ടാക്കി അവരെയും കൂടി പട്ടിണി കിടുന്ന സമത്വമല്ല. പട്ടിണിക്കാരുടെ പട്ടിണിയും വിഷമവും മാറ്റി അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്നവരാക്കി മാറ്റിയെടുക്കുന്ന സാമൂഹ്യാവസ്ഥയാണ് സോഷ്യലിസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നത് സോഷ്യലിസത്തിന് വേണ്ടിയാണ്. സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയ നടപ്പിലാക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണമുള്ളത് കൊണ്ട് മാത്രമായില്ല. സംസ്ഥാനത്ത് അധികാരം കിട്ടുമ്പോൾ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള കുറേ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കും. എന്നാൽ പൂർണ്ണമായും സോഷ്യലിസത്തിലേക്ക് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് നീങ്ങാൻ കഴിയണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ നയം സോഷ്യലിസമായി അംഗീകരിച്ച് സമ്പത്തിൻ്റെ തുല്യമായ വിതരണം നടത്തണം. ഇടയ്ക്കിടയ്ക്ക് നികുതി വിഹിതം കിട്ടാത്തത് കൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അല്ലേ? നമ്മുടെ പെൻഷൻ 4-5 മാസം മുടങ്ങിപ്പോയില്ലേ? മുടങ്ങിപ്പോയതിനാൽ സഖാവ് പിണറായി വിജയനാണോ ഉത്തരവാദി? നമുക്ക് കിട്ടേണ്ടുന്ന റവന്യൂ വരുമാനം കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് റവന്യൂ ചെലവ് നടത്താൻ പറ്റുന്നില്ല. പക്ഷെ ആളുകൾ എന്താ വിചാരിക്കുക? ഈ പിണറായി വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് പെൻഷൻ തരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ വരാം അതിലേക്ക്. ഞാൻ പറയുന്നത്, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ശാസ്ത്രീയമായ വിതരണം ഉറപ്പാക്കുന്നില്ലെങ്കിൽ ആ രാജ്യത്തിന് പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല. ഭരണഘടനയിൽ സുന്ദരമായി എഴുതി വെച്ചിട്ടുണ്ട് അംബേദ്കറുടെയൊക്കെ ആഗ്രഹം. ആ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി നല്ല ബുദ്ധിയും വിവരമുള്ള മനുഷ്യന്മാരായിരുന്നു കേട്ടോ. കേരളത്തിൽ നിന്ന് പട്ടംതാണപ്പള്ളിയാണ് കോൺഗ്രസ്സുകാരൻ അതിനകത്ത് ഉണ്ടായിരുന്നത്. ആ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ ഒരുപാട് രസകരമായ തർക്കങ്ങളൊക്കെ നടന്നു. ഭരണഘടനയെല്ലാം ഏകദേശം തയ്യാറ്. ലോകത്തുള്ള നല്ല ഭരണഘടനയെല്ലാം എടുത്തുകൊണ്ടുവന്ന് പരിശോധിച്ച് അതിന് ജനാധിപത്യപരമായ അംശങ്ങളെല്ലാം ഉൾക്കൊണ്ടു നല്ല കാര്യങ്ങൾ ഇന്ത്യയുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി തരക്കേടില്ലാത്തൊരു ഭരണഘടന 1-1.5 വർഷത്തിലേറെ സമയമെടുത്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി നിരവധി തവണ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ടാണ് എഴുതി തയ്യാറാക്കിയത്. എന്നിട്ട് അവസാനം പറഞ്ഞ് ഈ ഭരണഘടന ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കണമല്ലോ. എങ്ങനെ അവതരിപ്പിക്കേണ്ടത്? അപ്പോൾ ചിലർ പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കണം. ദൈവത്തിൻ്റെ പേരിൽ. ഞങ്ങൾ സ്വതന്ത്ര ഇന്ത്യ ദൈവത്തിൻ്റെ പേരിൽ ഈ ഭരണഘടന ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ആ കമ്മിറ്റിയിലാണെങ്കിൽ മിക്കവാറും എല്ലാവരും ദൈവവിശ്വാസികളാണ്, അല്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവവിശ്വാസികളായ ചിലർ ഇവിടുന്ന് പോയ പട്ടംതാണുപിള്ള അടക്കം, പട്ടംതാണുപിള്ളയാണ് പ്രധാനമായിട്ട് അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു അങ്ങനെ വരില്ല, ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കുന്നു എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതണ്ട. എന്തുകൊണ്ടാണ്? നമ്മൾ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ദൈവവിശ്വാസികൾ മാത്രമല്ല, ദൈവവിശ്വാസമില്ലാത്തവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. വിശ്വാസികൾ മാത്രമാണ് നല്ല മനുഷ്യന്മാർ. ദൈവവിശ്വാസം ഇല്ലാത്തവരെല്ലാം ചീത്തയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ജവഹർലാൽ നെഹ്റു നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അതുകൊണ്ട് നെഹ്റു മോശമാണോ? നെഹ്റുവിൻ്റെ ഭരണനയത്തെക്കുറിച്ചെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലതിൽ പിന്നീട് വന്ന കോൺഗ്രസ് ഭരണാധികാരികളെക്കാൾ എത്രയോ കൂടുതൽ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടൊക്കെയുള്ള ആളായിരുന്നു നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിൽ ധാരാളം അണക്കെട്ടുകൾ ഉണ്ടാക്കി, ജലസേചനം നടത്തി, കൃഷി ചെയ്ത് എല്ലാവർക്കും ഭക്ഷിക്കാനുള്ള ആഹാരം ഉണ്ടാക്കണമെന്ന സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അതുപോലെ താഴെ തട്ടിൽ ഒരാൾ, അദ്ദേഹം അവിശ്വാസിയാണെങ്കിലും ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാ വിശ്വാസിയും മോശക്കാരല്ല, എല്ലാ വിശ്വാസികളും നല്ലവരുമല്ല. നല്ല ദൈവവിശ്വാസം, എല്ലാ നേരവും പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് എന്താ കുഴപ്പം? അല്ലേ ട്രംപിന്? പക്ഷെ ആ ട്രംപ് അല്ലേ ഇസ്രായേലിനൊക്കെ ആയുധമൊക്കെ കൊടുത്തിട്ട് ആ പലസ്തീനിലൊക്കെ കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ച് ആയിരങ്ങളെ ചുട്ടുകരിക്കുന്നത്. തങ്ങൾക്ക് എണ്ണ മോഷ്ടിക്കുന്നതിനും തങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ സമ്പത്ത് മോഷ്ടിക്കുന്നതിനും വേണ്ടി അവിടെയെല്ലാം യുദ്ധങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടുത്തെ മനുഷ്യന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് യാതൊരു മടിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്
പ്രകടമായ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം നന്നാവണമെന്നില്ല, നല്ല വിശ്വാസമുള്ളവർ നല്ലതാണ്. രവീന്ദ്രനാഥ് ടാഗോർ, ശ്രീനാരായണ ഗുരുദേവൻ, അല്ലേ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല പവിത്രമായ ദൈവവിശ്വാസമുള്ളവരാണ്. അവരെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി എന്തെന്ത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഏതായാലും ഭരണഘടന ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആരോ ഒന്ന് രണ്ടാൾ പറഞ്ഞു അല്ല അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വോട്ടിനിട്ടു. മഹാഭൂരിപക്ഷത്തോടു കൂടി ആ പ്രമേയം അംഗീകരിച്ചു. എന്നാൽ പിന്നെ അങ്ങനെയല്ലെങ്കിൽ വേറെന്താ വേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഈ ഭരണഘടന ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതാണ്. അപ്പോൾ അത്ര വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഇനി ആ ഭരണഘടനക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യം ഒരു, എല്ലാവരും ഭരണഘടനയുടെ ആമുഖമെങ്കിലും മനസ്സിലാക്കണം. ഇവിടെ ജീവിക്കുന്ന നമ്മൾ എല്ലാവരും, ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല, ഇതെല്ലാം രാഷ്ട്രീയമുള്ളവർ മാത്രമല്ലേ ചെയ്യേണ്ടതെന്ന്. രസകരമായിട്ടൊരു സംഭവം, എന്നെ ഇതിനിടെ കുറച്ച് ചെറുപ്പക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. CPM ആയിട്ടൊന്നും ഒരു ബന്ധമുള്ളവരല്ല, അവർ MTech-കാരാണ്, MBA-കാരാണ്, കുറേ ആളുകൾ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെല്ലാം കൂടി എറണാകുളത്തൊരു മീറ്റിംഗ് വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാഡം ഞങ്ങൾ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. കോവിഡ് നിപ്പയെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തതുകൊണ്ട് ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചാൽ തരക്കേടില്ല എന്ന് അവർ വിളിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ചെറുപ്പക്കാർ കുട്ടികളുടെ കൂടെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും കഴിച്ചുണ്ടാക്കും, അല്ലേ? അവർക്ക് കൂടുതൽ വിവരമുണ്ട്, നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പറയുകയും ചെയ്യാം. ഞാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഹോട്ടലിൽ, നല്ലൊരു ഹാളിൽ ഞാൻ ചെല്ലുമ്പോൾ അധികം ആളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ മീറ്റിങ്ങിനെല്ലാം പങ്കെടുക്കുന്നത് പോലെ നിറയെ ആളൊന്നുമില്ല. ഒരു 10-65 പേര് ചർച്ച ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അവരുടെ എല്ലാം കയ്യിൽ ക്വസ്റ്റ്യനൊക്കെ എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു 3-4 പേർക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല. ബാക്കി എല്ലാവരും മലയാളികളാണ്. എന്നാലും അവർ ജോലി ചെയ്യുന്ന മേഖലയുടെ പ്രത്യേകതയൊക്കെ കൊണ്ട് അവർ പറഞ്ഞ് ഇംഗ്ലീഷിലാവാൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദ്യമെല്ലാം കൊണ്ട് റെഡിയായി ഇരിക്കുകയാണ്, എന്തൊക്കെ ചോദ്യമാണാവോ വരാനിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞാനൊരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചോട്ടോ. അത് നമ്മുടെ ടീച്ചർമാർക്കുള്ളൊരു ദുസ്വഭാവമാണ്. അങ്ങോട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ടീച്ചർമാർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെന്ത് മേഡം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ആമുഖവും ഇല്ലാതെ പെട്ടെന്ന് ചോദിച്ചു, ഹാവ് യു എനി പൊളിറ്റിക്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ? വളരെ പെട്ടെന്ന് ഉത്തരം വന്നു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? രാഷ്ട്രീയമുണ്ടെന്നാണോ? അല്ല സർ, പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം, നോ, വി ഹാവ് നോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമാണ്. അതുണ്ടോ എന്ന് ഈ ടീച്ചർ ചോദിച്ചു കളഞ്ഞു. ഞങ്ങളെല്ലാം വളരെ മര്യാദക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊളിറ്റിക്സേ ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു ഞാൻ ആ ചോദ്യം മാറ്റി വെക്കുക, ഞാനൊന്നും ഉത്തരവും പറയുന്നില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടോ. എത്ര വേണമെങ്കിലും ചോദിച്ചോളാം പറഞ്ഞു. ഞാൻ ചോദിച്ചു വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്സ്? ഉത്തരേ ഇല്ല, പൂർണ്ണ നിശബ്ദത. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല, അടുത്ത 2 ചോദ്യം കൂടി ചോദിക്കാൻ അനുവദിക്കണം. ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ? ഉടനെ ഉത്തരം പറഞ്ഞു ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. അതായി ഭരണഘടന ആമുഖത്തിൽ എഴുതി വെച്ചത്, കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഓഹോ, ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രസി? അതിനും ഉത്തരം വന്നു. എന്താ ഉത്തരം? ഉടനെ എല്ലാവരും അതിന് കർത്താവും കർമ്മവും ക്രിയയും ഒന്നും ഇല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. തീർന്നു ഡെമോക്രസി. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള
ഭരണഘടന അനുസരിച്ചാണ് നാം ഭരിക്കുന്നത്. അതാണ് ഡെമോക്രസി, ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തയ്യാറാക്കിയ ജനങ്ങളുടെ ഭരണഘടനയുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധികൾ തീരുമാനിക്കുക എന്ന് വെച്ചാൽ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പൂർണ്ണമായിട്ടും ജനകീയമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഡെമോക്രസി അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ബട്ട് ഡെമോക്രസി ഈസ് മോർ ദാൻ ദാറ്റ്. പറഞ്ഞതിൽ കുറച്ചുകൂടി കൂടുതലാണ്. പണ്ട് ഗ്രീക്ക് പണ്ഡിതന്മാരുടെ കാലത്തടക്കം ഡെമോക്രസി വ്യാഖ്യാനിച്ചിരുന്നു. ഡെമോക്രസി ഡസൻറ്റ് മീൻസ് ദി അക്കോമഡേഷൻ ഓഫ് ടോം ഓർ ഹാരി ടു ദി ഓഫീസ്. ഇറ്റ് മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമത്തിൽ ഗ്രീക്ക് പണ്ഡിതന്മാർ ഡെമോക്രസിയെ കുറിച്ച് പറഞ്ഞത് പറയാൻ ഈ ടീച്ചർക്ക് എന്താ സ്ഥലകാല വിഭ്രമം ഉണ്ടായോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ബന്ധപ്പെട്ടതാണ്. ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. ജനാധിപത്യം എന്ന് പറയുന്നത് പൗരന്മാരുടെ പരിപൂർണ അവസര സമത്വമാണ്. ഇന്ത്യയുടെ ഏത് കോണിൽ നിന്നും അല്ലേ, ചോറ് ബന്ധമെന്ന് നോക്കാൻ കലത്തിലെ ചോറ് മുഴുവൻ എടുത്ത് ഞെക്കി പിശുക്കണ്ട, ഒരു വറ്റ എടുത്തിട്ട് നോക്കിയാൽ മതി. അങ്ങനെ പരിശോധിക്കുമ്പം ഓരോ വ്യക്തിയെ പരിശോധിക്കുമ്പോഴും അയാൾക്ക് ജനാധിപത്യപരമായിട്ടുള്ള ജീവിതം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേ ഇന്ത്യയുടെ ഡെമോക്രസി പൂർത്തിയാകുന്നുള്ളൂ. അല്ലാണ്ട് കുറച്ച് ആളുകൾ തരക്കേടില്ല, കുറേ ആളുകൾ കഷ്ടപ്പെടുന്നു, അതല്ല ഡെമോക്രസി. ആ ഡെമോക്രസി പൂർത്തിയാവുന്നതിന് വേണ്ടി ഭരണഘടനയിൽ ഒരുപാട് ആർട്ടിക്കിളുകൾ, അതിനകത്ത് ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ പൗരന്മാരുടെ കടമകളും അതിനകത്തുണ്ട്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ ഗവൺമെൻറ് ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും അവസര സമത്വമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതുണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ഡെമോക്രസി. ഭക്ഷണമുണ്ടോ, പഠിച്ച് പാസ്സായി വന്നവർക്ക് തൊഴിലുണ്ടോ, ആ തൊഴിലിന് കൂലിയുണ്ടോ, കുടുംബം പട്ടിണിയാണോ, അത് പരിഹരിക്കാനുള്ള മാർഗമെന്ത്, ഇതൊക്കെ തീരുമാനിച്ചാലേ ഡെമോക്രസി പൂർണ്ണമാവും. ഞാൻ ആ മക്കളോട് ചോദിച്ചു, നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തും ഡെമോക്രസി പൂർണ്ണമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റൈറ്റ് ടു ലൈഫ്? ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. ജീവിക്കണമെങ്കിൽ മര്യാദക്ക് ജനിക്കണ്ടേ? ജനിക്കാനുള്ള അവകാശം ഒരുപോലെയാണോ? അതിനുള്ള സൗകര്യം ഒരുപോലെയാണോ ഇന്ത്യയിൽ? കേരളത്തിൽ 99% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആയിരിക്കുന്നു. ആശുപത്രിയിലാണ് പ്രസവിക്കുന്നത്. മാസം തികഞ്ഞതറിയാതെ വീട്ടിലോ മറ്റോ പ്രസവിച്ച് പോയാൽ നമ്മളെന്താ ചെയ്യുക? ഉടനെ നഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തി അല്ലേ, അമ്മയെ കുഞ്ഞിനെയൊക്കെ വേർപെടുത്തി, എന്നിട്ട് എന്തും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇങ്ങനെ ആശുപത്രി സൗകര്യങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലായി കഴിഞ്ഞു. നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ജനങ്ങൾക്ക് സമീപിക്കാൻ എത്രയോ കിലോമീറ്ററുകൾ നടന്നു ചെന്നാലും ഒരാശുപത്രിയില്ല പ്രസവിക്കാൻ. അതുകൊണ്ട് അവർ വലിയ പങ്കും വീട്ടിൽ പ്രസവിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അല്ല കൂടുതൽ. അതുകൊണ്ട് കുട്ടികൾ മരിച്ചു പോകാറുണ്ട്, അമ്മമാർ മരിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും അവിടങ്ങളിലെല്ലാം വളരെ കൂടുതലാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 76 വർഷം പിന്നിട്ടിട്ടും ആ പാവങ്ങൾക്ക് കൂടി ജനിക്കാൻ അവസരം കൊടുത്താലേ ഡെമോക്രസി ആവൂ. റൈറ്റ് ടു ലൈഫ് മീൻസ് റൈറ്റ് ടു ലൈവ്ലിഹുഡ്. ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലൈവ്ലിഹുഡ് അതുണ്ടാക്കി കൊടുക്കണ്ടേ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും വളർന്നു വരണം, ആഹാരം കിട്ടണം അല്ലേ? വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ തനിയെ ജീവിക്കുമോ? ജീവിക്കണമെങ്കിൽ ഭക്ഷണം നിർബന്ധം. അപ്പോൾ ഭക്ഷണം കഴിക്കാനുണ്ടാവണം നാട്ടിലെ ജനങ്ങൾക്ക്. അത് എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകുമ്പോഴേ ഡെമോക്രസി ആവൂ. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരോട് ചോദിച്ചു, മക്കളെ, ഇന്ത്യയുടെ എല്ലാ ഗ്രാമത്തിലും നല്ല വൃത്തിയായി ജീവിക്കാൻ ഭക്ഷണം കഴിക്കാനുണ്ടോ? അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ കാര്യം അറിയാം. അവർ പറഞ്ഞു, ഇല്ല,
നല്ല പട്ടിണിയുണ്ട്. ബീഹാറിൻ്റെയും ഉത്തർപ്രദേശിൻ്റെ എല്ലാം ഗ്രാമാന്തരങ്ങളിൽ അവരെല്ലാം അധ്വാനിച്ചാൽ ഇപ്പോഴും അവർക്ക് ധാന്യത്തിൻ്റെ ഒരു പങ്ക് കിട്ടുന്നില്ല. അവർക്ക് ജോലി ചെയ്താൽ കാശില്ല. അവർ ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം കടന്നു പോകുന്നത് അവിടെ ജോലി ചെയ്ത് കൂലി കിട്ടാനിട്ടാണ്. നോക്കൂ, ആലുവയിൽ ഒരു വർഷം മുമ്പ്, 1-2 വർഷം ഓർമ്മയില്ല, ഇവിടെ ജോലിക്ക് വന്ന ഒരു ബീഹാറുകാരൻ്റെ ഒരു കുഞ്ഞിനെ ആ കൂട്ടത്തിൽ വന്ന ഒരാൾ തന്നെ വളരെ ക്രൂരമായിട്ട് പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു കൊന്നു. ക്രൂരമായ കൊലപാതകമായിരുന്നു. നമ്മളെല്ലാം ഞെട്ടിപ്പോയത്. ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ എൻ്റെ 2 കൈയും കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, മേഡം, ഞങ്ങളിവിടെ പ്രതീക്ഷയോടെ വന്നതാണ്. അവിടെ ഞങ്ങളുടെ നാട്ടിൽ വൈകുന്നേരം വരെ കൂലി പണിയെടുത്താൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ രാജേന്ദ്ര സാഹു പറഞ്ഞു 212 രൂപയൊക്കെയാണ് വൈകുന്നേരം വരെ പണിയെടുത്താൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ. അത് കൃത്യമായിട്ടൊന്നും ഇല്ല, നമുക്ക് പിന്നീട് നോക്കാം. 100 ദിവസം പോയിട്ട് 50 ദിവസം പണി കിട്ടുന്നില്ല. മറ്റു പണിയെടുത്താൽ അത്രയും കൂലിയില്ല. വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ 150 രൂപയൊക്കെയാണ് പുറം പണിക്ക് കൂലിയുള്ളത്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? ഞാൻ കേരളത്തെക്കുറിച്ച് അറിഞ്ഞിങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ നിർമ്മാണ മേഖലയിലൊക്കെ ആണെങ്കിൽ എനിക്ക് 1000 രൂപയിലേറെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓവർ ടൈമും എടുക്കും. ചിലപ്പോൾ രാത്രിയും പണിയെടുത്തോളാന്ന് പറഞ്ഞാൽ ആ ഓവർ ടൈമിനുള്ള കൂലിയും കിട്ടും. മെനക്കേട്ട് പണിയെടുക്കുകയാണ്, വിശ്രമം ഇല്ലാതെ. അപ്പോൾ പൈസ കിട്ടുന്നുണ്ട്. മാത്രമല്ല, ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു. ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഗവൺമെൻറ് സ്കൂളുകളൊന്നും ഇല്ല, ഗ്രാമത്തിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അധ്യാപകരോട് ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ചേർക്കാമോ? പിന്നെന്ത്, ഇന്ത്യയുടെ പൗരന്മാരാണ്, ഏത് സംസ്ഥാനത്തുള്ളവരായാലും നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് പോന്നോളൂ, ഞങ്ങൾ പഠിപ്പിക്കാം, സ്കൂളിൽ ചേർത്താൽ മതി. യൂണിഫോം സ്കൂളിൽ നിന്ന് കൊടുക്കും, പുസ്തകം സ്കൂളിൽ നിന്ന് മേടിച്ചു കൊടുക്കാം, എല്ലാ ചെലവും സ്കൂൾ വഹിച്ചോളും, ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാം. ഇനി രാവിലെ നിങ്ങൾക്ക് ആഹാരം ഉണ്ടെങ്കിൽ രാവിലെയും ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാം. അതുകൊണ്ട് കുട്ടിയെയും കൂട്ടി വന്നോളൂ. അങ്ങനെ 3 മക്കളെയും, കുഞ്ഞു മക്കളെയും ഭാര്യയെയും കൂട്ടി ആ ചെറുപ്പക്കാരൻ കേരളത്തിൽ വന്നു. എന്നിട്ടൊരു പഴയ വീട് ചെറിയ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുക. കുട്ടികളെ സ്കൂളിൽ ചേർത്തു. കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്, അവൾ നന്നായി മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യും. അയാൾ മലയാളം പറയും, അയാളുടെ ഭാര്യയ്ക്ക് ഹിന്ദി അറിയുള്ളൂ. നന്നായിട്ട് മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യും. അവൾ പഠിച്ച് മിടുക്കിയാവുമായിരുന്നു. മേഡം, കൊന്നുകളഞ്ഞില്ലേ? ഇതാണ് സങ്കടകരമായ അവസ്ഥ. ആ കുഞ്ഞ് മരിച്ചപ്പോൾ അതിൻ്റെ ഇടയിലൂടെ പറഞ്ഞ വാക്കുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 76 വർഷം പിന്നിട്ട ഇന്ത്യയുടെ ചിത്രവും കൂടി തെളിഞ്ഞിരിക്കുക. എന്താണ് ആ ഗ്രാമങ്ങൾ? കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കേരളത്തിൻ്റെ വ്യത്യാസം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കേരളത്തിൽ പ്രയാസമൊക്കെ ഉണ്ട്, ഇനിയും ഒരുപാട് പരിഹരിക്കാനുള്ള വിഷയങ്ങളുണ്ട്. നമ്മളൊരു സോഷ്യലിസ്റ്റ് സമൂഹമൊന്നും ആയി തീർന്നിട്ടില്ല, നമുക്ക് ഇനിയും പരിഹരിക്കാൻ വിഷയമുണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം എത്ര വലുതാണ്. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ രാജേന്ദ്ര സാഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ടീച്ചറെ, ഈ അഞ്ചലിന് കുറച്ച് വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വലിയ മാറ്റം ഈ പട്ടണത്തിനൊക്കെ അല്ലേ. ഒരു 10-15 വർഷം മുമ്പ് അഞ്ചലിൽ വന്ന് പോയിട്ടുള്ള ആൾ 15 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത വിധം മാറ്റമുണ്ട്. അത് ക്രമേണ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഇതാണ് അവിടുത്തെ അവസ്ഥയെങ്കിൽ നമ്മുടെ ജനാധിപത്യം പൂർണ്ണമാണ്? അവർ പറഞ്ഞു, അല്ല. അപ്പം നിങ്ങളെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യയുടെ ഡെമോക്രസി പൂർണ്ണമാക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിന് എത്ര കാശുണ്ട്, ആ പണം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, അത് കേന്ദ്രമായാലും വേണ്ടില്ല, സംസ്ഥാനമായാലും വേണ്ടില്ല. എന്തൊക്കെ പദ്ധതികളാണ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്നത്, അത് ഈ നാട്ടിലെ സാധാരണക്കാരന് എത്രമാത്രം ഗുണകരമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഗവൺമെൻറ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ പേരാണ് രാഷ്ട്രീയം. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം പണി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താ? രാഷ്ട്രീയം. അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആളുകൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയം ഇല്ലാതാവുക? അപ്പം ഞാനവരോട് പറഞ്ഞു, ഞാൻ കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളേത് പാർട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ CPIM ആണ്. ആ പാർട്ടിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നത് കൊണ്ട്, അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് ഞാനതായി.
പക്ഷെ നിങ്ങളെല്ലാം അതിൽ ചേരണമെന്ന് പറയാനല്ല ഞാൻ ഈ പറഞ്ഞത്. ഇന്ത്യയിൽ ജീവിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് പൊളിറ്റിക്സ് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അവരൊന്നടങ്കം വിളിച്ചു പറഞ്ഞു, മേഡം ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഇതൊക്കെയാണ് പൊളിറ്റിക്സ് എങ്കിൽ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ഈ രാജ്യം നന്നാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിനെന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ആ ചെറുപ്പക്കാർ പറയുകയുണ്ടായി. ഇത് ഇവിടെ അഞ്ചലിൽ കൂടി നിൽക്കുന്ന എല്ലാവരും, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ആരോ ആയിക്കോട്ടെ, നമുക്കെല്ലാം ഒരു പൊളിറ്റിക്സ് ഉണ്ടാവണം അല്ലേ? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവ പറയുന്നു, തൊഴിലുറപ്പ് തൊഴിലാളികളെ കക്ഷി രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊരു സംഘടനയൊക്കെയുണ്ട്, അവരവരുടെ അവകാശങ്ങൾ നിശ്ചിതമായും ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി സമരം നടത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേര് പൊളിറ്റിക്സ്. അവരുടെ പൊളിറ്റിക്സ് അതാണ്, ഞങ്ങൾക്ക് ജീവിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ വേണം എന്നുള്ളത്. ഇനി ഞാൻ ആർട്ടിക്കിൾ 21 ഇന്ത്യയിൽ എല്ലായിടത്തും കൃത്യമായിട്ട് അതിൻ്റെ അവകാശം അനുഭവിക്കാൻ സാധിച്ചാൽ എല്ലാ പൗരന്മാർക്കും തൊഴിലും കൂലിയും ഉണ്ടാകും. സോഷ്യലിസം എന്ന് പറയുന്നത് അതാ. ചിലർ വിചാരിക്കുന്നത് ഈ സോഷ്യലിസം എന്നെല്ലാം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്തോ ഒരു ഉട്ടോപ്യാണ്. ഉട്ടോപ്യ എന്ന് വെച്ചാൽ എന്താ? സാങ്കല്പികം അല്ലേ, നടക്കാത്ത കാര്യം. അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ചിലർ പറയും, നിങ്ങൾ ഒടുക്കത്തെ സോഷ്യലിസം ഒന്നും നടക്കാൻ പോകുന്നില്ല. കേട്ടാൽ വിചാരിക്കും ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തോ ഗുണമുണ്ടാകാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമെന്നാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സോഷ്യലിസം ഒരു ഉട്ടോപ്യൻ ഐഡിയോളജി അല്ല, അതൊരു അച്ചീവബിൾ നെസസിറ്റിയാണ്. നിർബന്ധമായിട്ട് നാം നേടിയെടുക്കേണ്ടുന്ന അത്യാവശ്യമാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും ചെയ്യാൻ മാന്യമായ തൊഴിലുണ്ടാവുകയും ആ തൊഴിലിനനുസരിച്ച് മാന്യമായിട്ടുള്ള കൂലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ്, സമൂഹത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലാണെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഇങ്ങനെ ഉത്കണ്ഠയോടുകൂടി ഇപ്പൊ ഇത് നിർത്തിക്കളയോ, ഇനി തുടരുമോ, ഇതിന് പൈസയുണ്ടോ, ഇത് ഉപേക്ഷിച്ച് കളയോ എന്നുള്ള അവരാധിയും ദുഃഖമൊന്നും ഉണ്ടാവില്ല. ഓരോ മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഉത്പാദന പ്രക്രിയയിലും മാനസിക അധ്വാനത്തിന്റെ മേഖലയിലുമെല്ലാം പൗരന്മാരെ നല്ല പ്ലാനിങ്ങോടുകൂടി വിന്യസിച്ച് മുഴുവൻ പൗരന്മാർക്കും തൊഴിലും കൂലിയും കൊടുക്കാനുള്ള സംവിധാനം സോഷ്യലിസ്റ്റ് സമൂഹത്തിലുണ്ടാകും. സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നപ്പോൾ അതുണ്ടായിരുന്നു. ഞാനതൊന്നും സമയം കൂടുതലായി പോകുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് അട്ടിമറിക്കപ്പെട്ടു, അത് വേറെ കാര്യം. അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗതുല്യമായ ജീവിതം. എന്താണ് ഈ സ്വർഗം? എല്ലാവരും സ്വർഗ സ്വപ്നം കാണുന്നവരാണ്. സ്വർഗം എവിടെയാ? അപ്പോൾ ചില മതമേലധികാരികളൊക്കെ പറയുന്നത് മരിച്ചു തന്നാൽ കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം എന്നാണ്. മരിച്ചു എന്നിട്ട് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നാലും ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടും ഇല്ല, നേരിട്ട് കണ്ടവരെ കണ്ടിട്ടും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മരിച്ചു എന്നാൽ കിട്ടുന്ന സ്വർഗം കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. ഈ ഭൂമിയിൽ നമുക്കൊരു സ്വർഗം പണിയണം. ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഓരോരുത്തർക്കും ഓരോന്നാ സ്വർഗം. പട്ടിണി 14 കിടക്കുന്നയാളോട് സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പം ചോദിച്ചാൽ പറയും 2 നേരം മര്യാദക്ക് ആഹാരം കിട്ടുന്ന ഒരിടാണ് സ്വർഗം. 4 നേരം ആഹാരം തിന്ന് ആകെ അജീർണമായിരിക്കുന്ന ഒരാള് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ പറയും അവിടെ പാലും തേനും എല്ലാം ഇങ്ങനെ ഒഴുകുന്ന സ്ഥലം. പാലും തേനും എല്ലാം ഇങ്ങനെ ഒഴുകി എന്ത് വേണം ഉണ്ടാവുക അല്ലേ? ആകെ പാലായാലും ചവിട്ടിക്കൊറ്റിയിട്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? അതാണ്. ഇനി അതിനേക്കാൾ കടന്ന ചിലർ പറയും സുന്ദരിമാരായ സ്ത്രീകൾ, അവിടെ പുരുഷ മേധാവിത്വം സ്വർഗത്തിന്. സുന്ദരിമാരായ സ്ത്രീകൾ അടുത്തും വലത്തും നിന്നിട്ട് വീശി തരുന്ന സ്ഥലമാണ് സ്വർഗം അല്ലേ? അതിലേശം പുരുഷ മേധാവിത്വപരമായ സ്ത്രീകളാരും സ്വപ്നം കാണുന്നില്ല. സുന്ദരന്മാരായ പുരുഷന്മാർ അടുത്തും വലത്തും നിന്നിട്ട് ചാമച്ച വിശറി വീശി തരുന്ന സ്ഥലമാണെന്ന് പാവപ്പെട്ട സ്ത്രീകൾ പറയുന്നേയില്ല അല്ലേ? അതൊന്നും അല്ല സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ആഹാരം കഴിച്ചും നല്ല വിദ്യാഭ്യാസം നേടിയും പരസ്പരം സ്നേഹിച്ചും ജാതിമത ലഹളകളില്ലാതെയും നമ്മുടെ അടുത്ത തലമുറ കുട്ടികൾക്ക് നമ്മളെക്കാൾ വൃത്തിയായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാമൂഹ്യാധ്വാനത്തിൽ പങ്കെടുത്തും തോളോട് തോൾ ചേർന്ന് മനുഷ്യരിടപെട്ട് കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് കൈകൊട്ടിക്കളിയൊക്കെ കണ്ട് അല്ലേ സമാധാനപരമായി ജീവിക്കുന്ന ഒരിടാണ് സ്വർഗം. ആ സ്വർഗം ഭൂമിയിൽ സൃഷ്ടിക്കാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമായിരുന്നു സോവിയറ്റ് റഷ്യ. പട്ടിണി മാറി, തൊഴിലില്ലായ്മ പരിഹരിച്ചു, എന്നിട്ട് ബഹിരാകാശത്തേക്കടക്കം യാത്ര ചെയ്തു. അവർ വാമ്പിച്ച മാറ്റായിരുന്നു. എന്തോ ഒരു ബലമായിരുന്നു ആ സോവിയറ്റ് റഷ്യക്ക്.
ഇവിടെ അമേരിക്കക്കാർ നമ്മളീ ദ്രോഹിക്കാൻ വന്നു ബംഗ്ലാദേശ് യുദ്ധകാലത്ത്. അപ്പോൾ അവരുടെ 7ാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് നാം ബംഗ്ലാദേശിനെ സഹായിക്കുന്നു എന്ന കുശുമ്പ് കൊണ്ടാണ് നമ്മളെ ആക്രമിക്കാൻ വന്നത്. നിങ്ങളെല്ലാം പണ്ട് പത്രം വായിച്ചവരുണ്ടെങ്കിൽ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. പേടിച്ചരണ്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഈ അമേരിക്കയിലെ കപ്പൽപ്പടയെ എതിർക്കാൻ വേണ്ടി. അപ്പോൾ നാനാവിധമായിട്ട് നോക്കി എല്ലാ ഭാഗത്തും. അപ്പോൾ സോവിയറ്റ് റഷ്യയുടെ ഭരണാധികാരികൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്. അമേരിക്കയുടെ കപ്പൽപ്പട നിങ്ങളുടെ സമുദ്രത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ സബ്മറൈനുകൾ കടലിനടിയിലൂടെ ആ കപ്പൽപ്പടയുടെ അടുത്തേക്ക് എത്തിയിരിക്കും. കടലിനടിയിലൂടെ വന്നിട്ട് ഒരു മിസൈൽ തൊടുത്തു വിട്ടാൽ അമേരിക്കയിലെ കപ്പൽപ്പട അവിടെ നിൽക്കുമോ? പേടിച്ചു. അവര് പേടിച്ചിട്ട് ആ കപ്പൽപ്പട പിൻവാങ്ങിയിരുന്നു വന്ന്. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ വിജയം. മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് അവിടുത്തെ എണ്ണപ്പാടം സ്വന്തമാക്കാനല്ല, ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടുന്ന സ്വത്ത് ഊറ്റിയെടുക്കാനല്ല കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ശ്രമിച്ചത്. മറ്റു രാജ്യങ്ങളിലുള്ള ജനങ്ങളടക്കം സമാധാനത്തോടെ ജീവിക്കണം, അതിന് ഭംഗം വരുത്താൻ പുറപ്പെട്ടാൽ ഞങ്ങളതിനെ തടസ്സപ്പെടുത്തും എന്നാണ് റഷ്യ പറഞ്ഞത്. അത് പോട്ടെ, അത് വേറൊരു കാര്യം. അപ്പോൾ ആ സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാൻ ഇന്ത്യയിൽ ശ്രമിച്ചില്ല എന്നതാണ് കോൺഗ്രസ്സുകാർ ചെയ്ത തെറ്റ്. വലിയ തീർമാനമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ആവിഷ്കരിക്കാൻ എന്തേ കൂട്ടരെ ഇടയായത്? തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിക്കാൻ ഇടയായത് 2005 തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് വരുന്നത്. എല്ലാ വീട്ടിലും ഒരാൾക്കെങ്കിലും തൊഴിൽ. കാരണം കൊടും പട്ടിണി. ബീഹാറിലെ അതിദാരിദ്ര്യത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിയെല്ലാം വന്നതിന് ശേഷവും അതിദാരിദ്ര്യത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 100-ൽ 30 ആൾക്ക് 2 നേരം ആഹാരം കഴിക്കാനുള്ള ഗതിയില്ല. കേരളത്തിൽ അതിദാരിദ്ര്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ 0.7% അതിദാരിദ്ര്യം. 100 ആളെ എടുത്താൽ ഒരാൾ പോലും അതിദരിദ്രനില്ല. എന്ന് വെച്ചാൽ ഒരു നേരം പോലും കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ആള് കേരളത്തിലില്ല. എന്തുകൊണ്ടാ? നമ്മൾ കണ്ട ഗ്രാമങ്ങളിലെല്ലാം റേഷൻ കടകൾ സ്ഥാപിച്ചു, ഇല്ലേ? റിമോട്ടായിട്ടുള്ള ആദിവാസി കേന്ദ്രങ്ങളിലടക്കം കേരളത്തിൽ റേഷൻ കടകളുണ്ട്. കോൺഗ്രസിന്റെ മിടുക്കൊണ്ടൊന്നല്ല, BJPന്റെ മിടുക്കൊണ്ടൊന്നല്ല. നമ്മളൊന്ന് തുടങ്ങി വെച്ചാൽ അതിൻ്റെ ആളാവാൻ കോൺഗ്രസും BJPയും വരാറുണ്ട്. കോൺഗ്രസിൻ്റെയും BJPയുടെയും മിടുക്കുകൊണ്ടാണെങ്കിൽ ബീഹാറിൻ്റെ എല്ലാ ഗ്രാമത്തിലും കൃത്യമായിട്ട് ആഴ്ചയിൽ റേഷനറി വരുന്ന റേഷൻ കടകൾ ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു റേഷൻ കട ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാ അതിദരിദ്രരാവുന്നത്? റേഷനറി വാങ്ങിക്കൊണ്ടുവന്നിട്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ, ഗോതമ്പ് പൊടി വാങ്ങിക്കൊണ്ടുവന്ന് 2 ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ ആ അതിദാരിദ്ര്യം പോകണ്ടേ? വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടുന്നാവണ്ടേ? ഇത് കേരളത്തിൽ AKG അടക്കം ഇന്ത്യൻ പാർലമെന്റിൽ ലഹള കൂടി ഭക്ഷ്യധാന്യ കോട്ട ചോദിച്ചു വാങ്ങി ഗ്രാമത്തിലാകെ റേഷൻ കടകൾ തുറന്ന് എല്ലാ ആളുകൾക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും ഒരേപോലെ ആഹാരം കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി, ജാതി മതഭേദമില്ലാതെ. അതുകൊണ്ടാണ് കേരളം പട്ടിണിയിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നത്. എന്നാൽ ഇന്ത്യയുടെ മറ്റ് ഗ്രാമങ്ങളിലെല്ലാം കൊടും പട്ടിണി. ലോകരാജ്യങ്ങളുടെ മുന്നിൽ പോവർട്ടി അലീവിയേഷന് സ്കീമില്ലാത്ത ഒരു രാജ്യം എന്ന പരിഹാസം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാത്ത രാജ്യം എന്ന പരിഹാസം ഈ മഹത്തായ ഇന്ത്യക്ക്. അതിനൊരു മാർഗവും കോൺഗ്രസ് ഗവൺമെന്റിന്റെ കയ്യിലില്ല. അപ്പോഴാണ് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് BJPയെ ഭരണത്തിൽ നിന്ന് നിഷ്കാസിതരാക്കാൻ ഇടതുപക്ഷം കോൺഗ്രസിനെ സഹായിക്കാൻ തീരുമാനിച്ചത്. BJP 2 കുറ്റം ചെയ്യുന്നവരാണ്. കോൺഗ്രസ് പുത്തൻ ആഗോളവൽക്കരണ നയമെല്ലാം സ്വീകരിച്ച് മനുഷ്യരെ തൊഴിലില്ലാത്തവരും പട്ടിണിക്കാരുമാക്കുന്ന സാമ്പത്തിക നയമാണ് കോൺഗ്രസ് തുടരുന്നത്. വൻകിട മുതലാളിമാർക്ക് അവരുടെ വായ്പ എഴുതിത്തള്ളിയും അവരടക്കേണ്ടുന്ന നികുതി അടക്കേണ്ട എന്ന് പറഞ്ഞും അവർക്ക് വേണ്ടി ഭരിക്കുകയായിരുന്നു കോൺഗ്രസ്. ബൂർഷ്വാ ഭൂപ്രഭു ഭരണവർഗത്തിന്റെ ഉപകരണമെന്ന് ഞങ്ങൾ പറയും കമ്മ്യൂണിസ്റ്റുകാർ. നല്ല ഭാഷയെ പറയുമ്പോൾ മറ്റൊന്നുമല്ല, വലിയ ഭൂസ്വാമിമാർ ജാതികളായ ആളെ തിരിച്ച് തട്ടുകളായി തിരിച്ച് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി അവരധ്വാനിക്കുന്ന നെല്ലും ഗോതമ്പും മുഴുവൻ ഊറ്റിയെടുത്ത് പത്തായം നിറച്ചിട്ട് മനുഷ്യരെ പട്ടിണി കിട്ടുന്ന ഭൂസ്വാമിമാർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് ഭരിച്ചത്, ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വൻകിട മുതലാളിമാർ അവർ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിന്തുണയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നെല്ലാം കോടിക്കണക്കിന് ഉറപ്പിക വായ്പ എന്ന് പറഞ്ഞെടുക്കുക, വ്യവസായത്തിൽ മുടക്കുക, എന്നിട്ട് വ്യവസായത്തിന് വൻ ലാഭം ഉണ്ടാകുമ്പോഴും തിരിച്ചടക്കാതിരിക്കുക. എല്ലാ വർഷവും ഒരു മീറ്റിംഗ് ഇന്ത്യൻ ഭരണാധികാരികൾ ചേർന്ന് ആ വൻകിട കോർപ്പറേറ്റുകളുടെ ലോണുകൾ എഴുതിത്തള്ളുക. ഇവിടെയോ
ഇവിടെ നമ്മൾ പാവപ്പെട്ട നാട്ടിലൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഓവർ ഡ്യൂ ആയിട്ട് അടക്കാൻ കഴിയില്ല. ബാങ്കുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു ബാങ്കാ, കോടികളുടെ ആസ്തിയൊന്നും അല്ലല്ലോ, 1 കോടിയോ 2 കോടിയോ ഉണ്ടാവാം. അവര് ഈ കാശ് തിരിച്ചടച്ചാലേ അവർക്ക് ഇനി അടുത്തയാൾക്ക് വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ, അത് തിരിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ്റെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നെടുത്ത കോടികൾ 1-2 കോടിയല്ല, ലക്ഷക്കണക്കിന് കോടികളുടെ വായ്പ എഴുതി തള്ളി കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരെ മറന്നു കോൺഗ്രസും BJPയും. അതുകൊണ്ടാണ് ഭൂപ്രമുഖന്മാരെ സഹായിക്കുന്ന, വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഗവൺമെൻറ്റാണ് കോൺഗ്രസും BJP. ഒരേ സ്വഭാവം, രാഷ്ട്രീയ സാമ്പത്തിക നയം ഒന്ന് തന്നെയാണ്, മാറ്റവും ഇല്ല. പട്ടിണിയൊന്നും മാറ്റാൻ കോൺഗ്രസിനും BJPക്കും കഴിയില്ല, അവരൊന്നും ശ്രമിക്കുകയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പട്ടിണിക്കാരുടെ രാജ്യമായിട്ട് നിലനിന്നത്. അതിന് മാറ്റം വരണ്ടേ? ആ നയത്തിൽ മാറ്റം വരണം. അതിന് ബദൽ നയം നിർദ്ദേശിക്കുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തിൽ CPM-ഉം CPI-യും മറ്റ് ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ കാണുന്ന കോൺഗ്രസും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു ബദൽ നയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അപ്പോൾ ഇന്ത്യയിലെ പോവർട്ടി അലീവിയേഷൻ ഒരു പദ്ധതി ഇല്ലാതിരിക്കുമ്പോഴാണ് ഒന്നാം UPA ഗവൺമെന്റിനെ BJP വന്നാൽ ഇവിടെ മതപരമായിട്ടുള്ള സ്പർദ്ധയുണ്ടാക്കും. ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ട് മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപകടമാണ്. ഇന്ത്യ ഹിന്ദു മതമായാൽ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും സുഖമുണ്ടായിരിക്കുമെന്ന് നമ്മൾ ആരും സ്വപ്നം കാണുന്നു. കാരണം ഇവർ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ആ മനോഭാവത്തിനകത്ത് ജാതി വ്യവസ്ഥയുണ്ട്. സനാതന ധർമ്മം എന്ന് കേട്ടിട്ട് എന്തോ നമുക്കെല്ലാം നാളെ ഗുണം കിട്ടേണ്ട കാര്യമാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. അത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണൻ ദൈവത്തിന്റെ ശിരസിൽ നിന്ന്, ക്ഷത്രിയൻ കൈകളിൽ നിന്ന്, വൈശ്യൻ ശരീരത്തിൽ നിന്ന്, ശൂദ്രൻ പാദങ്ങളിൽ നിന്ന്. ഈ 3 പേരെ താങ്ങി നിർത്തേണ്ടത് ശൂദ്രൻ. എല്ലാ അധ്വാനവും അധ്വാനിച്ച് കിട്ടുന്നതെല്ലാം ഇവർക്ക് കൊടുത്ത് പട്ടിണി കിടന്ന് ഈ മേൽജാതിക്കാരെ താങ്ങി. കേരളത്തിൽ ശൂദ്ര എന്ന് പറയുന്നത് നമ്പ്യാർ, നായർ, ഈഴവ എല്ലാം ശൂദ്രരെല്ലാം എടുത്തിരിക്കുന്നു. ഇനി വർണ്ണമില്ലാത്ത ആ മനുഷ്യരുണ്ട്. അവരാരാ? പറയർ പുലയർ എന്നെല്ലാം പറഞ്ഞ് അവരെ കണ്ടാൽ ചവിട്ടി അരച്ചു കളയണം മനുഷ്യന്മാരെല്ലാം എന്നാ പറഞ്ഞത്. സനാതനധർമ്മം ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതം. അത് പിന്തുടരാൻ BJP ആഗ്രഹിക്കുന്നു, RSSന്റെ ചിട്ടൂരനുസരിക്കുന്നു. അല്ലാതെ നാട്ടുകാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അവർക്ക് ആഹാരം വാങ്ങാൻ കാശുണ്ടാക്കാനും അമ്മാതിരി പുരോഗമനപരമായ ആശയങ്ങളല്ല BJP തുടരുന്നത്. കണ്ണിൽ പൊടിയിടാൻ ചില സൂത്രവേലകൾ ചെയ്യും. കൃഷിക്കാർക്ക് മാസാമാസം 500 രൂപ ബാങ്കിലെത്തുമെന്ന് പറയും, എത്തിയിട്ടും ഉണ്ടാവും. എടോ, കൃഷിക്കാർക്ക് മാസം ഒരു 10,000 രൂപ ബാങ്ക് കിട്ടിയാൽ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ തീരുമോ? അവൻ്റെ വാഴ മറിഞ്ഞു വീണാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ കാശില്ല, അവൻ്റെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കാൻ കാശില്ല. കൃഷി അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് കൃഷി കൊണ്ട് പ്രതിമാസം ഒരു 25,000 രൂപയെങ്കിലും ഒരു കുടുംബത്തിന് കിട്ടിയിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാർഷിക നയം അവതരിപ്പിച്ച ബജറ്റിലും കൃഷിക്ക് കാശില്ല. അത് വേറെ കാര്യം. നമ്മൾ പറയുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള യാതൊരു മാർഗവും ഇല്ല എന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷം BJP വരാതിരിക്കാൻ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുത്തു. നമുക്ക് കുറച്ച് സീറ്റ് കൂടുതലുണ്ടായിരുന്നു എന്ന് കേട്ടില്ലേ പാർലമെന്റിൽ. ആ സീറ്റും കൊണ്ട് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ പിന്തുണ തരാം, നിങ്ങൾ ഭരിച്ചോ. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഭരണത്തിൽ പങ്കാളിയാവണം, നിങ്ങൾ മന്ത്രിയാവണം, ഏത് വകുപ്പ് ചോദിച്ചാലും തരാമെന്നാ. ഏത് സോണിയാഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് ഏത് വകുപ്പാണെന്ന് ചോദിക്കുകയേ വേണ്ടു ഇടതുപക്ഷം, ആ വകുപ്പ് തരാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഭരണത്തിൽ പങ്കാളിയാവുന്നില്ല, കാരണം നിങ്ങളുടെ നയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വളരെ ജനദ്രോഹപരമായി, ഇതിലും ജനദ്രോഹപരമായ ചില നയങ്ങൾ നിങ്ങൾ തുടരുമ്പോൾ ഞങ്ങളും കൂടി ആ ഭരണത്തിൽ പങ്കാളിയാവുന്നത് അപകടകരമാണ്. ആ സമയത്ത് ഞങ്ങൾ പിന്തുണ പിൻവലിക്കും, കാരണം നിങ്ങളെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. എന്നാലും ഇപ്പോൾ ഈ BJP വന്ന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെല്ലാം കശാപ്പ് ചെയ്ത് ഇന്ത്യയിലെ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടവരെയെല്ലാം ജാതിയാക്കി തിരിച്ച് പഴയ ആയുധവും തൊട്ടുകൂടായ്മയിലൊക്കെ അവരെ നയിക്കുന്നതിന് ശ്രമിക്കും. അതില്ലാതാക്കാൻ BJP വരാതിരിക്കാൻ നിങ്ങൾക്ക് പിന്തുണ തരാമെന്ന് അങ്ങനെ പിന്തുണ കൊടുത്തു. ആ പിന്തുണ കൊടുക്കുമ്പോൾ ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം എന്ന് സോണിയാഗാന്ധി പറഞ്ഞു. ഏറ്റവും അന്തസ്സുള്ള ആളുകൾ, ഏറ്റവും രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഇടതുപക്ഷമാണ്. ശരണിച്ചർ വെറുതെ പറയുന്നതല്ല. ഇന്ന് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു, ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് ഏറ്റവും ജനകീയരായിട്ടുള്ള ജനസ്നേഹികളെന്ന് ആ പിന്തുണ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു. പിന്നെ നമ്മുടെ ആണവോർജ്ജ മേഖലയാകെ അമേരിക്കക്ക് തീരെഴുതുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ പിന്തുണ പിൻവലിച്ചു. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ആ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുമ്പോഴാണ് ഇടതുപക്ഷക്കാർ ചെന്ന് സോണിയാഗാന്ധിയോട് പറഞ്ഞത് UPA ഗവൺമെന്റ് ഇന്ത്യയിൽ എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കണം. ഒരാൾക്കെങ്കിലും തൊഴിൽ ഒരു കുടുംബത്തിൽ. കേരളത്തിന് വേണ്ടിയല്ല,
ഇന്ത്യയുടെ ബീഹാറും ഉത്തർപ്രദേശും എല്ലാം കണ്ടിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഒരു കൂലി നിശ്ചയിച്ചു കൊടുക്കണം. 15 ദിവസത്തിനുള്ളിൽ ഒരാൾ തൊഴിൽ അപേക്ഷിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കണം. ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന തൊഴിലുറപ്പ് പദ്ധതി. ആരാ അത് ഡ്രാഫ്റ്റ് ചെയ്തത്? അതിന് പ്രധാനമായിട്ടും ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ജീൻ റസേയും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെന്നും കൂടി ഡ്രാഫ്റ്റ് ചെയ്തെടുത്ത എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കോൺഗ്രസിൻ്റെ അടുത്ത് അവതരിപ്പിച്ചിട്ട് അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മാറ്റമൊക്കെ വരുത്താം, നമുക്കൊരു തൊഴിൽ ഉറപ്പ് പദ്ധതി വേണം. ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രാബല്യത്തിൽ ഇന്ത്യയിൽ വരണമെങ്കിൽ എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിലും കൂലിയും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്ന് പറഞ്ഞു. അവരാദ്യം അത് കൂട്ടാക്കിയില്ല. വമ്പിച്ച ബാധ്യതയായിരിക്കും. ഈ ലക്ഷക്കണക്കിന് കോടി വൻകിട കോർപ്പറേറ്റിന്റെ കട എഴുതി തള്ളുമ്പോൾ ബാധ്യതയില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇത്തിരി പണം ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പറഞ്ഞത് വമ്പിച്ച ബാധ്യതയായിരിക്കും. നമ്മൾ ശാഠ്യം പിടിച്ചു. പിന്തുണ തരണമെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി വേണം, അപ്പോൾ പിന്തുണ വേണം. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിട്ട് ആദ്യം പറഞ്ഞത് എന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്ത്യയിൽ 50 ജില്ലയിൽ ഇത് ആദ്യം തുടങ്ങാം. 50 ജില്ലയിൽ. ഈ കടല് പോലത്തെ രാജ്യത്ത് 50 ജില്ലയിൽ തുടങ്ങിയാൽ ആർക്ക് കിട്ടും? നല്ലോണം മത്സരിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ 200 ജില്ലയിൽ ആദ്യം തുടങ്ങാം. അങ്ങനെ 200 ജില്ലയിൽ ആദ്യം തുടങ്ങാൻ തീരുമാനിച്ചു. അതിൽ നമുക്ക് കിട്ടിയത് വയനാട് മാത്രം. പിന്നെ നമ്മൾ ഒരുപാട് മത്സരിച്ചപ്പോൾ പാലക്കാട് ഉൾപ്പെടുത്തി. പിന്നെ നമ്മൾ സമരം ചെയ്തു, എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തി. എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തിയപ്പോഴും നഗരങ്ങളെ ഉൾപ്പെടുത്തിയില്ല. കേരളത്തിൽ നഗരവും ഗ്രാമവും വ്യത്യാസമൊന്നുമില്ല. നഗരം എന്ന് പറഞ്ഞാലും അതിന് ഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഗ്രാമമാണെന്ന് പറഞ്ഞാലും നഗരത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഗ്രാമത്തിലും നഗരത്തിലും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി ആവശ്യമായിരുന്നു, പക്ഷേ തന്നില്ല. കേരളം എന്തിനാ ശ്രമിക്കുന്നത്? പഴയ ഓലപ്പരയും മാറ്റി അല്ലേ, പഴയ ആ ചോരുന്ന വീടൊക്കെ മാറ്റി നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ പ്രശ്നം തീർന്നിട്ടില്ല. എല്ലാ ദിവസവും ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിലേ 2 നേരം കഞ്ഞി കുടിക്കുന്ന ശീലം തുടരാൻ പറ്റൂ. നമുക്ക് അവിടെ നിന്നാൽ പോരാ, കുറച്ചും കൂടി മെച്ചപ്പെടണം. അതിനുവേണ്ടി ഒരാൾക്ക് തൊഴിൽ വേണം. അങ്ങനെ വാശി പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തുടർന്ന് ഇന്ന് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വന്നു. 2006 അതിൻ്റെ നിയമം വന്നു. പിന്നീട് ക്രമേണ എല്ലായിടത്തും തൊഴിലുറപ്പ് നഗരങ്ങളിൽ ഒഴികെ തൊഴിലുറപ്പ് പദ്ധതി വന്നു. 2009 അതിൻ്റെ പേര് ഒന്ന് ചെറുങ്ങനെ മാറ്റി. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നതിൻ്റെ കൂടെ ഒരു M കൂടി കൂട്ടിച്ചേർത്ത്. നമുക്ക് ആർക്കും എതിർപ്പുണ്ടായില്ല. ആ പേരേതാ? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേരാ, മഹാത്മാഗാന്ധിയുടെ. ഇപ്പം മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഞങ്ങൾ ആരും എതിർത്തില്ല. മഹാത്മജിയുടെ പേര് അതിൻ്റെ കൂടെ ചേർക്കുന്നതിന് ആർക്കും ഒരു എതിർപ്പില്ല. MNREGA ഇല്ലേ, മൺരേഖ എന്നൊക്കെ പറയും ചിലർ ചുരുക്കിയിട്ട്. ഈ പദ്ധതി വന്നു. ഈ പദ്ധതിയെ പോഷിപ്പിച്ച് കൊണ്ടു നടക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. എന്തുകൊണ്ട്? ഒരു രാജ്യത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന പദ്ധതിയാണ് MNREGA. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ ദിവസങ്ങൾ മാക്സിമം തൊഴിലെത്ര കൊടുക്കാന്നാ പറഞ്ഞ് ഒരു വർഷത്തിൽ 100 തൊഴിൽ. എന്നാൽ 100 തൊഴിൽ കിട്ടുന്നില്ല, പലയിടത്തും കൊടുക്കുന്നില്ല. അതിന് പ്ലാൻ ഉണ്ടാക്കുന്നില്ല, പഞ്ചായത്തിന് പണം കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോഴല്ലേ ഒരു വർഷത്തിൽ 100 ദിവസം 365 ദിവസമുണ്ട് അല്ലേ? 360 ദിവസം പോകട്ടെ, ഒരു 200 ദിവസം തൊഴിൽ കിട്ടിയാൽ ബാക്കി നമുക്ക് ലീവൊക്കെ ആയിട്ട് കണക്കാക്കാം. സുഖമായിട്ടൊരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിപ്പം മത്സരിച്ച് പോരാട്ടം നടത്തുകയാണ്. അത് തരുന്നില്ല എന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാം മനസ്സിലാക്കേണ്ടത് ഇതിനെ എങ്ങനെ അട്ടിമറിക്കാമെന്നാണ് ഈ BJP സർക്കാർ ചിന്തിക്കുന്നത്. കോൺഗ്രസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, നിവൃത്തികേട് കൊണ്ട് തുടങ്ങി. എന്നാൽ BJP സർക്കാർ അതിനെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് ശ്രമിക്കുക. തുടക്കത്തിൽ 1,15,00,000 ഉറുപ്പിക അല്ലേ രാജേന്ദ്ര സഖാവെ വകയിരുത്തിയിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക്. പിന്നീട് അത് കുറഞ്ഞ് ഹിന്ദു പുരാണത്തിലൊരു ചൊല്ലുണ്ട്, ദാരികന്റെ ബലം കുറയും പോലെ. അങ്ങോട്ട് എത്തുന്തോറും ബലം കുറഞ്ഞ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് എത്രയാണ്?
വകയിരുത്തിയത്. ഇവിടെ വന്നിട്ട് BJP-ക്കാരും RS-കാരെല്ലാം വലിയ സ്റ്റൈലായിട്ട് അല്ലേ, അമ്മേ പെങ്ങളെ വാ നാലമ്പലം കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ ആളുകള്. നല്ലത്, അമ്പലമൊക്കെ പോയി കണ്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ. പക്ഷെ ഇവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലം കാണിച്ച് സന്തോഷിപ്പിക്കുമ്പോൾ അവിടെ ഇവരുടെ ഗവൺമെന്റ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി അതിന്റെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുക. ഇത്തവണത്തെ ബഡ്ജറ്റിൽ 86,000 കോടിയാണ്, 1,15,000 കോടിയൊക്കെ മാറി. 86,000 കോടി വകയിരുത്തിയത് കഴിഞ്ഞ തവണത്തെ അതേ പൈസയാണ്. എന്നാൽ ആ പണം അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം കൊടുക്കാൻ കാശ് തന്നില്ല. 20,000 കോടിയിലേറെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക തീർത്തു കൊടുത്താൽ പിന്നെ 60,000 കോടിയില്ല. അതൊരു വർഷത്തേക്ക് 100 ദിവസം തൊഴിൽ കൊടുക്കാനുണ്ടോ കൂട്ടരെ? ഫലത്തിൽ ഈ തൊഴിലില്ലായ്മ തൊഴിൽ ഉറപ്പ് പദ്ധതിയെ കഴുത്തിഞ്ഞരിച്ച് കൊന്നുകൊണ്ടിരിക്കുക. വലിയ ആശ്വാസം കേരളത്തിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ അല്ലേ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് ഒരു ദിവസം ഒരു 354 എത്രയും കിട്ടുന്നിപ്പോൾ 354 അല്ലേ, 346 അല്ലേ, 346 രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി ഒരു അംഗം കൊണ്ടുവന്നാൽ അവിടെ നമ്മുടെ ഈ ഇടത്തരം ജീവിതം നിലനിർത്താൻ അത് മതി. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. ഐക്യരാഷ്ട്രസഭ 2015 വലിയ തിട്ടൂർ ഇറക്കിയിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അനുസരിച്ച് പ്രവർത്തിക്കണം. സുസ്ഥിര വികസന സൂചിക അതുണ്ടാകണം. എന്താ സുസ്ഥിര വികസനം? പട്ടിണി മാറ്റിയിട്ട് പിന്നെയും പട്ടിണിയിലേക്ക് പോകരുത്. പട്ടിണി മാറിയ അവസ്ഥ നിലനിൽക്കണം, മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വരണം. ആ SDGയുടെ കമ്പോണന്റ് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതാണ്. എന്നിട്ട് ഈ തൊഴിലുറപ്പ് നിലനിർത്തി കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുക്കാനുള്ള കാശ് കേന്ദ്രം തരണം. ഇപ്പൊ അങ്ങനെ മാത്രമല്ല ദ്രോഹിക്കുന്നത്. ഇപ്പൊ എന്തൊരു ദ്രോഹ! 2 കോടിയിലേറെ തൊഴിലാളികൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ റോളിൽ നിന്ന് വിട്ടുപോയി. 2 or 8 നമുക്കറിയില്ല അല്ലേ, 8 കോടി തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ റോളിൽ നിന്ന് കാണാനില്ല കഴിഞ്ഞ വർഷം. എന്താ കാര്യം? പുതിയ നിബന്ധനകൾ വരികയാണ്. ജിയോ ടാഗിങ്. നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഒരു സ്ഥലത്ത് പോയി പണി തുടങ്ങുമ്പോൾ അവിടെ ജിയോ ടാഗിങ് നടത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കയറ്റിയാലേ ഈ മസ്റ്റർ റോളിൽ വരുള്ളൂ. എന്നിട്ട് അവർ 2 കിലോമീറ്റർ അപ്പുറത്ത് തൊഴിൽ അവസാനിപ്പിച്ചാൽ വീണ്ടും അതേ നടന്ന് ഇവിടെ വന്ന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കണം. ഈ കിട്ടുന്ന പൈസ അല്ലാതെ ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് ഇവിടെ വന്നാൽ ആ പൈസ എന്താവും? എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ജിയോ ടാഗിങ് നടത്തിയിട്ട് മാത്രമേ മസ്റ്റർ റോഡിൽ വരാൻ പറ്റുള്ളൂ. അല്ലെ കാശ് കിട്ടില്ല. അങ്ങനെ തൊഴിലെടുത്ത് എൻ്റെ കാശ് കിട്ടാത്ത 100 കണക്കിന് തൊഴിലാളികൾ അവർ മനം എടുത്തിട്ട് ഈ രംഗത്ത് നിന്ന് വിട്ടുപോയി. വേറെ പണി കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പോയത്. ഒരു രക്ഷയില്ല യുവമാരെ കൊണ്ട് എന്ന് കരുതിയിട്ട്. അത് കേരളമല്ല, കേന്ദ്ര ഗവൺമെന്റാണ് പലതും അറിയാതെ കേരളത്തിനെതിരെ സമരം ചെയ്യുക. ഇപ്പൊ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നുണ്ടല്ലേ, എന്താ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്കറിയോ കൂട്ടരെ? ഈ ആശാ വർക്കർമാർ എന്ന് പറയുന്ന സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയത് ഉത്തരേന്ത്യയിൽ ആശുപത്രി ഇല്ലാത്ത സ്ഥലത്ത് നഴ്സുമാരില്ല, ഡോക്ടർമാരില്ല, ഒരു വോളണ്ടിയറി സന്നദ്ധ സേവിക എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ പോണം ഗ്രാമത്തിൽ നിന്ന്. അവരങ്ങനെ പോയി ഒരു ഗർഭിണിയെ ആശുപത്രിയിൽ കാണിക്കാൻ കൊണ്ടുവന്ന 100 രൂപ, ഒരാളെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് വന്ധ്യകരണം ചെയ്യാൻ ആശുപത്രിയിൽ കൊണ്ടുവന്ന അതിന് 100 രൂപ അത് കിട്ടും. അത് പ്രോത്സാഹിപ്പിക്കാനാണ് സന്നദ്ധ സേവികമാർ. ഇത്ര കൊടുക്കാന്നാ പറഞ്ഞ് 300 രൂപ ഓണറേറിയം കൊടുക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ആ ആശ UDF ഭരിക്കുമ്പോൾ പറഞ്ഞ് കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞു, തീരുമാനിച്ചു. ശ്രീമതി ടീച്ചർ മന്ത്രിയായ സമയത്ത് ടീച്ചർ പറഞ്ഞു കേരളത്തിലെ ആരോഗ്യരംഗം പുഷ്ടിപ്പെടാൻ ഗ്രാമത്തിൽ ആരോഗ്യ സേവികമാരുണ്ടാകുന്നത് നല്ലതാണ്, ഞങ്ങളും ആശ രൂപീകരിക്കും. അങ്ങനെ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ രൂപീകരിച്ചു ടീച്ചറുടെ കാലത്ത്. അവർ 300 പറഞ്ഞപ്പോൾ ടീച്ചർ 500 കൊടുക്കാന്ന് പറഞ്ഞു. ഇവിടെ കേരളം കൂടി കൂട്ടിയിട്ട് അങ്ങനെ 500 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴേക്കും UDFന്റെ ഗവൺമെന്റ് വന്നു. ശിവകുമാർ ആരോഗ്യമന്ത്രി. അവരോട് ആശാ വർക്കർമാർ പറഞ്ഞു ഇതൊന്ന് 1000 തരണം കേട്ടോ. 1000 പറഞ്ഞിട്ട് 5 കൊല്ലം തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ സമരത്തിന് മുമ്പ് ചെന്നിട്ട് എന്താ സരിഗമ. അത് കഴിഞ്ഞിട്ട് 1ാം പിണറായി സർക്കാർ വന്നു. ഞാൻ ആരോഗ്യമന്ത്രിയായ സമയത്ത് ആശാ വർക്കർമാരുടെ യൂണിയൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ടീച്ചർ ഞങ്ങൾ ആരോഗ്യകാര്യം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ തുക ഒന്ന് വർദ്ധിപ്പിച്ചു തരണം, മാന്യമായിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കാനുള്ള കാശ് ഇതിനകത്ത് കിട്ടണം. അപ്പോൾ ആ സമരക്കാരെയെല്ലാം വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് അവരാവശ്യപ്പെട്ടത് 10,000 രൂപ ഓണറേറിയം. നമുക്കങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വോളണ്ടിയറി സ്കീമാണ്, ഇവിടെ നമുക്ക് അങ്ങനെ വർദ്ധിപ്പിച്ച് കൊടുക്കാനും കഴിയില്ല അതിന്. പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു
7500 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കും. ഇവിടെ നിന്ന് 500-ൽ നിന്ന് 7500 ഓണറേറിയം വർദ്ധിപ്പിക്കാം. കേരളത്തിന്റെ ഖജനാവിന് ഇഷ്ടം പോലെ കാശൊന്നുമില്ല. ഇത് റവന്യൂ വരുമാനം കുറഞ്ഞ സംസ്ഥാനമാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് നികുതി വിഹിതം തന്നില്ല എങ്കിൽ ഇവിടെ ഭരണം നടക്കില്ല. ഇവിടെ സ്വർണ്ണഖനികളൊന്നുമില്ല, ധാരാളം പുറം വരുമാനമില്ല ഈ സംസ്ഥാനത്തിന്. കോൺഗ്രസ് ഭരിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടിയോ CPI ആര് ഭരിച്ചാലും. പക്ഷേ കേരളത്തിന് കിട്ടുന്നത് വളരെ നന്നായി നാട്ടുകാർക്ക് വേണ്ടി വിനിയോഗിച്ചത് കൊണ്ടാണ് ഇതുവരെ കേരളം മുന്നിൽ നിൽക്കുന്നത് മനുഷ്യ വികസന ശേഷി. ആ പേരും പറഞ്ഞ് നമുക്കിപ്പോൾ തരാണ്ടിരിക്കുക. പോട്ടെ, ഇത് ഞങ്ങൾ പറഞ്ഞു 7500 രൂപ ഓണറേറിയം. അപ്പോൾ തോമസ് ഐസക് അന്നത്തെ ധനകാര്യമന്ത്രി പറഞ്ഞു, ടീച്ചറെ ഒന്നിച്ച് 7500 ആക്കാൻ കഴിയില്ല, 6000 ആദ്യം കൊടുക്കാം, എന്നിട്ട് ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും 500 കൂട്ടിയിട്ട് നമുക്ക് 7500 ആക്കാം. എന്നിട്ട് മനസ്സിനൊരു തൃപ്തി വന്നില്ല. എന്നിട്ട് ഡോക്ടർമാരെയെല്ലാം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് എങ്ങനെയും ഒരു 10000 കിട്ടുന്ന അവസ്ഥയിൽ എത്തിക്കാൻ എന്താ വഴി? അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നമുക്ക് ഇൻസെൻറ്റീവിൽ ഒരു പരിഷ്കരണം ഉണ്ടാക്കാം. അത് NHM-ൽ നിന്ന് ധനകാര്യ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നാഷണൽ ഹെൽത്ത് മിഷന്റെ പൈസ എന്നൊരു ലേശം മാറ്റിവെച്ചാൽ ഇൻസെൻറ്റീവ് കൊടുക്കാം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ തയ്യാറാക്കി കേന്ദ്രം പറയുന്ന ഗർഭിണി ആശുപത്രി കൊണ്ടുപോകൽ മാത്രമല്ല, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇൻസെൻറ്റീവിൽ മാറ്റം വരുത്തി ഒരു 3000 രൂപ കൂടി ഇൻസെൻറ്റീവായി കിട്ടുന്ന വിധത്തിൽ ഞങ്ങൾ ക്രമീകരിച്ചപ്പോഴാണ് ആശയ്ക്കൊരു 10000 11,000 ഇതെങ്ങനെ വ്യത്യാസം വരുന്നത്. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ പോയി ഇടപെട്ട് പ്രവർത്തിച്ചവർക്കേ കിട്ടുകയുള്ളൂ. അപ്പം നന്നായി കൃത്യമായി ഇടപെട്ട് പ്രവർത്തിച്ചവർക്ക് 12,000 13,000 രൂപ വരെ ആശാവർക്കർമാർ വാങ്ങിയിരുന്നു കേട്ടോ. ഇതാരാ ചെയ്തത്? എന്നിട്ട് ആ ചെയ്തവർക്കെതിരായിട്ട് ഇപ്പോൾ ഭയങ്കര ബഹളം. ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ആ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തോടാണ്. കേരളത്തിന് കിട്ടാനുള്ള നികുതി പണം കൃത്യമായിട്ട് ഇവിടെ വെക്കണം. എന്നാലേ ഞങ്ങൾ ആശമാർക്ക് തരാനുള്ള ഓണറേറിയം തരാൻ ഈ ഗവൺമെന്റിന് കെൽപ്പുണ്ടാവൂ. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, കോടികൾ മുടക്കി റോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആസ്പത്രിക്ക് 100 കോടി കൊടുത്തല്ലോ, എന്നിട്ട് ആശയ്ക്ക് 1000 രൂപ കൊടുക്കാനില്ലേ? കൂട്ടരെ, അത് പശ്ചാത്തല വികസനത്തിന് ദീർഘകാല വായ്പ എടുത്ത കിഫ്ബി ഫണ്ടല്ലേ. അതിനകത്ത് റവന്യൂ ചെലവ് നടത്താൻ പറ്റില്ല. അതെടുത്തിട്ട് സ്കൂളിലെ മാഷുമാർക്ക് ശമ്പളം കൊടുക്കാനോ ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം ആ വായ്പ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി എടുത്തിട്ടുള്ള വായ്പ, അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ സമയം പോയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല കേരളത്തിൻ്റെ ആ മാറ്റം. പക്ഷേ ഇത്രയും ആശയ്ക്ക് വേണ്ടി ചെയ്ത ഇടതുപക്ഷത്തിനെതിരെയാണോ സമരം ചെയ്യേണ്ടത്? അല്ല. ഇതെല്ലാം പിടിച്ചു വെച്ച് 100 രൂപ അങ്ങോട്ട് പിടിച്ചെടുക്കുമ്പം ടാക്സ് ഷെയർ 30 രൂപ താഴെ ഇങ്ങോട്ട് തരുന്ന BJP സർക്കാരിനെതിരായിട്ടാണോ? ഞാൻ ബാലഗോപാൽ പറഞ്ഞു, നിങ്ങൾ 100 പിടിക്കുമ്പോൾ 50 ഇങ്ങോട്ട് എത്താം, ടാക്സ് ഷെയർ 70% ഇങ്ങോട്ട് തരണം. ഇവിടെ പിരിച്ച് 20 ചെലവാക്കാൻ കേരളത്തിനോ ഒരു സംസ്ഥാനത്തിനോ അർഹതയില്ല. അങ്ങോട്ട് പിരിക്കുന്നതിൻ്റെ 41% സംസ്ഥാനത്തിന് കൊടുക്കണമെന്ന് ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടും കേൾക്കാതെ നമുക്ക് പൈസ തരുന്നില്ല. അതിനാണിപ്പോൾ സമരം ചെയ്ത് ഞങ്ങളെല്ലാം ഡൽഹിയിൽ പോയി സമരം ചെയ്തു. അപ്പോൾ ആശാവർക്കർമാർ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് CIT യൂണിയനിൽപ്പെട്ട ആശമാർ സമരം ചെയ്യുന്നതിൻ്റെ കൂടെ ചേർന്ന് കേന്ദ്രത്തിനെതിരെ കണക്ക് പറഞ്ഞ് കേന്ദ്രം നിശ്ചയിച്ച ഓണറേറിയം കൃത്യമായി കിട്ടണം, നമുക്ക് കൂടുതൽ പണം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് വലിയ പ്രയാസമായിരിക്കും തൊഴിലുറപ്പ് പദ്ധതി നിർത്തിയാൽ. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ കഴുത്തിലിരിക്കാനുള്ള ഈ തീരുമാനത്തിനെതിരെ ആ പദ്ധതിയിൽ പണിക്ക് പോകുന്നവർ മാത്രമല്ല, ഈ സമൂഹം സന്തുഷ്ടമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഉണരണം. ഈ പുതിയ രീതിയിലുള്ള മസ്റ്ററിംഗ് ഒക്കെ അപരിഷ്കൃതമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ ജോലിക്ക് കൂലി കിട്ടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. കേരളം ആദിവാസി മേഖലയിൽ 200 ദിവസം പണി കൊടുക്കാൻ തീരുമാനിച്ചു. കുറേ മേഖലയിൽ അത് കൊടുത്തു. ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ 100 ദിവസം പണി കൊടുത്തത് കേരളമാണ്. ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് നമ്മുടെ കൂടെ ഹരിയാനയോ മറ്റോ ഉണ്ട്, സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലായിടത്തും 212 രൂപ കൊടുക്കുമ്പോഴാണ് ഇവിടെ 324 രൂപ കൊടുക്കുന്നത്. കേട്ടില്ലേ? അപ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് എന്ത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ തയ്യാറാവണം. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് നമ്മെ അങ്ങേയറ്റം ദ്രോഹിക്കുന്നു. ഒന്നുമില്ല. ആ വയനാട്ടിലെ പാവങ്ങൾക്ക് വന്നു നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി, എന്നിട്ട് അവിടുന്ന് പിള്ളേരെയും എടുത്ത് മൂക്കിലൊക്കെ തുടച്ച് അല്ലേ, അന്നേരം ഒരു കുട്ടി അപ്പൂപ്പൻ്റെ താടിയൊക്കെ പിടിച്ച് വലിച്ച് ഫോട്ടോയിൽ കണ്ടിട്ട് നമുക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. ഈ താടി പിടിച്ച് വെച്ച കുഞ്ഞിയുടെ വീട്ടിലേക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു. ഇപ്പം താടി പിടിച്ച് വെച്ച കുട്ടിക്കും ഇല്ല, അവർക്കാർക്കും ഒരു പാക്കേജും ഇല്ലെന്ന് നമുക്ക്.
5 പൈസ ഒന്നില്ല. കേരളം എങ്ങനെ ഈ കാര്യം ചെയ്യുന്നു എന്ന് ആരും അന്വേഷിച്ചോ? കേരളത്തെ കുറ്റം പറയുന്നവര്? ആ വിഷയത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ചോദിച്ചു മേടിക്കണം. കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവര് ഒരു തുണ്ട് ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി നെഞ്ചു വിടർത്തി സമരം ചെയ്ത് വെടിയുണ്ട ഏറ്റുവാങ്ങി പടഞ്ഞു മരിച്ചതിൻ്റെ ഫലമായിട്ടാണോ നമുക്കിന്ന് പൈസ കൊടുത്തിട്ട് ഭൂമി മേടിച്ചാൽ അതിന് വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്? പൈസ നമ്മളിനെ കൊടുക്കുന്നത്. പക്ഷെ അതിന് പറഞ്ഞ് എല്ലാ ആളുകൾക്കും, കുഞ്ഞിരാമനും ഔസേപ്പച്ചനും അതൊരു അബ്ദുറഹിമാനും ഒക്കെ ഇത് എൻ്റെതാണെന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മണ്ണ് രജിസ്റ്റർ ചെയ്ത് ആവശ്യം വരുമ്പോൾ വിൽക്കാനും പണയം വെക്കാനും ഒക്കെ കഴിയുന്നത് ഇടതുപക്ഷം കൊണ്ടുവന്ന അധികാരത്തിൻ്റെ പുറത്താണ്. ആ യമുനാ നദിയുടെ തീരത്ത് കുടിൽ കെട്ടി താമസിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യർക്ക് വെള്ളപ്പൊക്കം വന്ന് കുടിലൊഴിച്ചു പോയാൽ കോടതിയിൽ കേസ് കൊടുക്കാൻ പോലും പറ്റില്ല. ഞങ്ങളുടെ 10 സെന്റ് ഒലിച്ചു പോയി, സർക്കാർ നഷ്ടപരിഹാരം തരണം. കാരണം രേഖയില്ല, ആർക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പൈസ ഉണ്ടെങ്കിലും പാവപ്പെട്ടവന് മേടിക്കാൻ സ്ഥലമില്ല. ഇതാണ് ജീവിതം. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഇടയ്ക്കിടെ വന്നപ്പോഴുണ്ടാക്കിയ കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള നിയമം തൊട്ട് ഭൂപരിഷ്കരണം തൊട്ട് കുടുംബശ്രീ ആൾക്കൂട്ടത്തിന്റെ രൂപീകരണം, അതുപോലെ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം തുടങ്ങി എത്രയെങ്കിലും കാര്യങ്ങൾ അതിലൂടെയാണ് ഈ കേരളം 1ാം സ്ഥാനത്ത് വന്നിട്ട് ഇപ്പൊ പറയുന്നത്. എന്താ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത്? നിങ്ങളിങ്ങനെ നല്ല ഷട്ടുമുണ്ടല്ലോ ഇട്ട് നടക്കുന്നുണ്ടല്ലേ, നിങ്ങൾ കീറി പറഞ്ഞ കുപ്പായൊക്കെ ഇട്ടിട്ട് നടന്നാലേ കേന്ദ്ര വിഹിതം കിട്ടുന്ന. എടോ, നമ്മൾ നല്ല സാരിയും ബ്ലൗസും ഇടുന്നിട്ട് കുപ്പായം ഇടുന്നുണ്ട്. എങ്ങനാ? നിങ്ങൾ ധാരാളം വാരിക്കോരി തന്നിട്ടാണോ? നമുക്ക് തരുന്നതിന് എത്രയോ ഇരട്ടി കൊടുത്ത ഉത്തർപ്രദേശിന്റെ ഗ്രാമത്തിന് ഇപ്പോഴും എന്താ മുഷിഞ്ഞ ചേലയും ചുറ്റി പാത്രവും തലയിൽ അട്ടിവെച്ച് 3-4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് കുടിവെള്ളം ശേഖരിക്കുന്ന അവിടുത്തെ സഹോദരിമാർ, ഇവിടെ വീട്ടുമുറ്റത്ത് കിണർ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈയുടെ പൈപ്പ് ലൈൻ, അല്ലെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വെള്ളം തിരിച്ചെടുക്കണം എനിക്ക്. ആ ഒരു മാനസികാവസ്ഥയിലേക്കും ആ ഒരു സൗകര്യത്തിലേക്കും കേരളത്തെ നയിച്ചത് കോൺഗ്രസ് അല്ല, ഇടയ്ക്കിടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും കണക്കാണ്. മലബാറിലാണെങ്കിൽ ഒരു അപ്പയും കൂടി ചേർക്കും. എല്ലാം കണക്കാപ്പ എൻ്റെ നാട്ടിൽ എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണ്. ആണോ? എല്ലാ പാർട്ടിക്കാരും ഒരുപോലെയാണെങ്കിൽ ഈ കേരളത്തിലുണ്ടായ മാറ്റം അവിടെ ഉണ്ടാവണ്ടേ? കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് പറയാറുണ്ട്, നിങ്ങൾ കുറേ കാലം ഡൽഹിയിൽ പോയി നിന്നിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ പദ്ധതി വിഹിതം അതേറ്റവും ശാസ്ത്രീയമായിട്ട് വിനിയോഗിച്ച് ഓരോ സാധാരണക്കാരൻ്റെ വീട്ടിലും ഉന്നമനം ഉണ്ടാകാനുള്ള തീരുമാനം എടുത്ത് ഫീസില്ലാണ്ട് പഠിപ്പിക്കുന്ന സ്കൂളും ഫീസില്ലാണ്ട് ചികിത്സിക്കുന്ന ആശുപത്രിയും എല്ലാം ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് പണിയെടുത്തിട്ട് കയ്യിൽ കിട്ടുന്ന കാശ് കൊണ്ട് ഒരു കുഞ്ഞ് വീടുണ്ടാക്കാനോ ഇല്ലെങ്കിൽ ഒരു 2 സാരി വാങ്ങാനോ ഒക്കെ കഴിയുന്നവരായിട്ട് കേരളത്തിലെ മനുഷ്യർ മാറിയത്. അത് മറക്കണ്ട. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇപ്പോഴും പട്ടിണി കിടക്കുന്നത്. എന്നിട്ട് നമ്മളെ കൊഞ്ഞനം കുത്തുവാണ്. ഇനി നമ്മൾ ആ കീറി പറഞ്ഞ കുപ്പായം ഇട്ട് ഓലപ്പുരയിൽ താമസിക്കുമ്പോഴേ വിഹിതം തരൂന്ന. നമുക്ക് തരുന്നതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ കൊടുത്ത ഉത്തർപ്രദേശിന് കൊടുത്ത കാശ് എവിടെ? കോൺഗ്രസിന്റെ ഭരണാധികാരികളെ ദൂർത്തടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിച്ചില്ലെങ്കിൽ ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത്. നമുക്കിനി പിന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ അർഹപ്പെട്ട വിഹിതം കൃത്യമായി കിട്ടണം, എന്നാലേ സസ്റ്റൈനബിൾ ആകൂ, നിലനിർത്താൻ പറ്റുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി നശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെടാൻ. തൊഴിലുറപ്പ് തൊഴിലാളികൾ മാത്രമല്ല, ഒരുപാട് ഭാവനയോടെ പെരുമാറുന്ന ഗവൺമെൻറ് ആണെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ വിവിധങ്ങളായ സ്കീമുകൾക്ക് വേണ്ടി, പ്രോജക്റ്റുകൾക്ക് വേണ്ടി വിനിയോഗിച്ച് അവർക്ക് മതിയായ ശമ്പളവും ആനുകൂല്യവും ഒക്കെ കൊടുത്താൽ നമ്മുടെ നാടിൻ്റെ ഉൽപാദന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നിബന്ധനകളാണ്. ആ നിബന്ധനകളെല്ലാം മാറ്റിയിട്ട് എങ്ങനെ സമർത്ഥമായി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചാൽ വ്യവസായ രംഗത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും, കാർഷിക രംഗത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും, ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ഒരുപാട് പശ്ചാത്തല വികസനം ഉണ്ടാക്കാൻ സാധിക്കും. എവിടെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ കേന്ദ്ര ഗവൺമെന്റിന്? അതൊന്നും ചെയ്യുന്നില്ല. നമുക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് മാറ്റം ഉണ്ടാക്കാനും സാധിക്കുന്നില്ല. ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ ഒരു സംസ്ഥാനത്തിന് സാധ്യമായത് കേരളം നടപ്പിലാക്കുന്നുണ്ട്. അത് കേരളം തുടരും. തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സമ്മർദ്ദവും കേന്ദ്ര ഗവൺമെന്റിൽ സംസ്ഥാന ഗവൺമെന്റ് ചെലുത്തും. നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് കേന്ദ്രത്തോട് ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് വരും. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ഭൂമിയുടെ അവകാശത്തിനോ ജാതിഭേദം ഇല്ലാതാക്കാനോ നമ്മൾ പോയി സമരം ചെയ്ത് വെടിയേറ്റ് മരിക്കണ്ട. ഇപ്പം നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? കഴിഞ്ഞു പോയ തലമുറ നമുക്ക് നേടിത്തന്ന ഈ ജീവിതം, ആഹാരം കഴിച്ച് വിദ്യാഭ്യാസം നേടി അന്തസ്സോടെ കൂട്ടായ്മയോടെ ചേർന്നിരുന്ന് നല്ല റോഡിലൂടെ സഞ്ചരിച്ച് നല്ല സ്കൂളിൽ കുട്ടിയെ ചേർത്ത് നടത്തുന്ന ഈ ജീവിതം ഉണ്ടല്ലോ,
ആ ജീവിതം നിലനിർത്തണമെങ്കിൽ തെരുവിലിറങ്ങി അത് തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനും ഇവിടെ ജാതി മത ഭ്രാന്ത് ഇളക്കി വിടുന്ന കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനും സംഘപരിവാരത്തിന്റെ അജണ്ടകൾക്കുമെതിരായി ചങ്കൂറ്റത്തോടെ നിൽക്കാൻ കേരളത്തിലെ മനുഷ്യർക്ക് സാധിക്കണം. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ശക്തമായിട്ട് നിലകൊള്ളണം, അല്ലെങ്കിൽ സമൂഹം പഴയതുപോലെ നാശത്തിലേക്ക് നീങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ടാകണം, നല്ല ശാസ്ത്രബോധം ഉണ്ടാകണം. ആളെ ബലി കൊടുത്താൽ പ്രസാദിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കരുത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, നല്ല ദൈവത്തെ അല്ലേ. പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലെ ദുഃഖം കളയുന്ന ദൈവം, നമുക്ക് സുഭിക്ഷത ഉണ്ടാക്കുന്ന ദൈവം, നമ്മെ നല്ല മനുഷ്യരായിട്ട് വഴി നടത്താൻ പ്രേരിപ്പിക്കുന്ന ദൈവം വിശ്വസിച്ചോളൂ. എന്താ കുഴപ്പം? എന്നാൽ ഏതെങ്കിലും ഒരു ദൈവത്തിന് ഒരു മൃഗത്തെയോ മനുഷ്യനെയോ വെട്ടി ചോര ഒഴിച്ചു കൊടുത്താൽ പ്രസാദിക്കുമെന്ന് പറയുന്നത് മഹാമണ്ഡത്തരാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ? കോഴി അറിവ് നിഷേധിക്കാൻ പറഞ്ഞില്ലേ? കോഴീനെ അറുത്തിട്ട് ചോര പിടിപ്പിച്ചാൽ ദൈവം പ്രസാദിക്കില്ല. ഇമാതിരി ദൈവത്തിന്റെ കോലങ്ങളെയെല്ലാം മാറ്റിയിട്ട് ഒരു കല്ലെടുത്ത് വെച്ചാൽ മതി. നാക്ക് നീട്ടി കണ്ണ് തുറച്ചു നിൽക്കുന്ന കോലങ്ങൾ കാവുകളിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഇതെല്ലാം എടുത്തു മാറ്റി. അപ്പൊ ദാനയാചികാരൻ പറഞ്ഞു, ഇത് നമ്മുടെ ദൈവം. നല്ല മനോഹരമായ പട്ടുടയാടയൊക്കെ ഉടുത്തിട്ട് അല്ലേ, നല്ല സാരിയൊക്കെ എടുത്ത ഭഗവതിമാരും നല്ല പട്ടുവസ്ത്രം ധരിച്ച ശ്രീകൃഷ്ണനും എല്ലാം സവർണന്റെ ദൈവം. അവർണന്റെ ദൈവം ഈ കാവിൽ മണ്ണ് ഉരുട്ടി വെച്ച്, 2 മണ്ണ് ഉരുട്ടി കണ്ണു വെച്ച്, നാക്ക് മണ്ണ് പരത്തി വെച്ച്, അതിന് ചോന്ന ചായം വാരി പൂശി, എന്നിട്ട് ആകെ തുറിച്ചു. കാവിൻ്റെ അടുത്തോട്ട് വഴി പോകരുത് ഉച്ചക്ക്. അത് കണ്ട് പേടിച്ച് ബോധം കെട്ട് വീഴുമെന്ന്. എന്തിനായി പേടിച്ച് ബോധം കെട്ട് വീഴുന്ന ദൈവത്തെ? ശ്രീനാരായണ ഗുരുദേവൻ പറയും, ഇതൊക്കെ എടുത്തു മാറ്റി ഒരു കല്ല് വെച്ചാൽ മതി. അയ്യോ ഗുരുദേവ, തീക്കാറ്റടിക്കും, തീമഴ പെയ്യും, ഉഗ്രമൂർത്തിയാണ്, ലക്ഷണം കാണിക്കും. ഗുരുദേവൻ പ്രാകൃത ആചാരങ്ങളല്ലാതെ പവിത്രമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ വിശ്വാസം അതാവാം. അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും അവക്കുമായ ഇത്തരം പ്രകടനങ്ങളിലേക്ക് പോകാതെ നല്ല ദൈവവിശ്വാസം, നല്ല മനുഷ്യവിശ്വാസം, നല്ല പരസ്പര സ്നേഹം ഇതൊക്കെ ഉണ്ടാവണം. അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി അവസരത്തിൽ പറയുന്നു. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാം. അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്, പിണറായിയുടെ ഗവൺമെൻറ്റിന് നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്കിതിനെല്ലാം നിലനിർത്താൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.